മലയാളികളുടെ പ്രിയതാരമായിരുന്നു കലാഭവൻ മണി. എന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടൻ തന്നെയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ഓർമ്മയായിട്ട് വർഷം ആയിരിക്കുന്നു. നടനായും ഗായകനായും തിളങ്ങിയ കലാഭവൻ മണിയുടെ സാന്നിധ്യം തെന്നിന്ത്യൻ സിനിമയിലേക്ക് വലിയൊരു രീതിയിൽ നിന്നിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അദ്ദേഹം മരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരനായിട്ടാണ് കലാഭവൻ മണിയുടെ ജീവിതം അദ്ദേഹം തുടങ്ങുന്നത്. പിന്നീട് മിമിക്രിയിലൂടെ അദ്ദേഹം ശ്രദ്ധ നേടി. അവിടെ നിന്നുമാണ് സിനിമയിലേക്ക് എത്തുന്നതും. ആദ്യകാലത്ത് പ്രേക്ഷകരെ ചിരിപ്പിച്ച ഹാസ്യതാരമായിരുന്നു അദ്ദേഹം. പിന്നീട് നായകനായും വില്ലനായും അഭിനയത്തിൽ തിളങ്ങാൻ കലാഭവൻ മണിക്ക് കഴിഞ്ഞിരുന്നു. സകലകലാവല്ലഭൻ ആണ് അദ്ദേഹമെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. അഭിനയം, ആലാപനം, സംഗീത സംവിധാനം, രചന, അങ്ങനെ അദ്ദേഹം കഴിവ് തെളിയിച്ച എല്ലാ മേഖലകളും നമുക്കറിയാവുന്നത് തന്നെയാണ്. നാടൻപാട്ടുകളിലൂടെ മലയാള മനസ്സുകളിൽ അതിവേഗത്തിൽ കയറിക്കൂടാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 90കളിൽ സ്റ്റേജ് ഷോകളിൽ മണിയുടെ തകർപ്പൻ പ്രകടനമാണ് സദസ്സിനെ ആസ്വദിപ്പിച്ചിരുന്നത്. പിന്നീട് സിനിമയിലെത്തിയപ്പോഴും അദ്ദേഹം പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. അദ്ദേഹത്തിൻ്റെ മരണം വലിയൊരു ആഘാതം തന്നെയാണ് മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് നൽകിയതും. മികച്ച നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ അറിയുന്നവരെല്ലാം ഈ ഒരു വാക്ക് ശരിവയ്ക്കുകയും ചെയ്യുമായിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോയിരുന്നത്. ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാണ്, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഉയർച്ചയിലേക്ക് വന്നതും. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ, കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിലാകുമായിരുന്നു. മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ രണ്ടുപേർ നാദിർഷയും ദിലീപുമായിരുന്നു. മണിയുടെ വിയോഗത്തിൽ നെഞ്ചുപൊട്ടിയാണ് ഇരുവരും നിന്നിരുന്നത്. മിമിക്രി മുതൽ തുടങ്ങിയ സൗഹൃദമാണ് മണിയുമായി ദിലീപിനും നാദിർഷയ്ക്കുമുള്ളത്. മൂവരും ചേർന്ന് നിരവധി സ്റ്റേജ് ഷോകളും സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. കലാഭവൻ മണി ആദ്യമായി കണ്ടുമുട്ടിയപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ നാദിർഷ തുറന്നു പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് വൈറലായി മാറുന്നത്. ഗൾഫ് ഷോയ്ക്ക് വേണ്ടി നടക്കുന്ന ഇൻ്റർവ്യൂവിൽ കലാഭവൻ മണി പങ്കെടുത്തതിനെക്കുറിച്ചും അന്ന് മനസ്സിൽ തട്ടി കലാഭവൻ മണി പറഞ്ഞ വാക്കുകൾ ഇന്നും മറക്കാൻ കഴിയില്ലെന്നുമാണ് നാദിർഷ പറയുന്നത്. അന്ന് ഷോയിൽ പങ്കെടുക്കാനായി മുണ്ട് ധരിച്ചെത്തിയ മണിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ്. അന്ന് മണിയുടെ കൂടെ ടിനിയുണ്ട്. ടിനി ഓക്കെയായി. മണിയെ എനിക്ക് കൊണ്ടുപോകണ്ട, പകരം മറ്റൊരാൾ സ്റ്റേജിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും മണിയെ കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. മണി കുറേ പെർഫോമൻസൊക്കെ കാണിച്ചു. ഏറ്റവും ഒടുവിൽ മണി എന്നോട് പറഞ്ഞു, ഞാൻ ഈ ആന നടക്കും പോലെ നടക്കും, അതിൻ്റെ ബാക്കാണ് കൂടുതൽ ശ്രദ്ധേയമെന്ന്. ഞാനൊരു കറുത്ത പാൻസ് ഇട്ടിട്ടാണ് അത് ചെയ്യുക എന്ന് മണി പറഞ്ഞു. അന്ന് മണി ഉടുത്തിരുന്നത് മുണ്ടാണ്. അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ മണി ഇങ്ങനെ മറുപടി പറഞ്ഞു, എനിക്കൊരു കറുത്ത പാൻറ്റാണുള്ളത്, അത് അലക്കിയിട്ടിരിക്കുകയാണ് എന്ന്. ആ ഒറ്റ ഡയലോഗിലാണ് ഞാൻ മണിയെ ആ ഷോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതെന്നും നാദിർഷ പറയുന്നു. പുറത്ത് കാത്തു നിൽക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ അവനെ ഈ ഷോയ്ക്ക് കൊണ്ടുപോകുമെന്ന്. കാരണം അവൻ്റെ അവസ്ഥ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നതെന്നും ആ അവസരത്തിന് വേണ്ടി കാത്തു നിന്ന ആളോട് ഞാൻ പറഞ്ഞു. പുറത്ത് നിന്ന ആളോട് അടുത്ത ഷോയ്ക്ക് പോകാം എന്നും പറഞ്ഞു. പുറത്ത് നിന്നത് ദിലീപായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നാദിർഷയുടെ ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ്. കലാഭവൻ മണിയും നാദിർഷയ്ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നീട് നാദിർഷയുടെ വാക്കുകൾ കേട്ട ശേഷം ഒരു അസൽ പാട്ടും കലാഭവൻ മണി ആലപിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ നാദിർഷയുടെ വാക്കുകൾ വൈറലായി മാറിയിരിക്കുകയാണ്. ഇന്നും കലാഭവൻ മണിയുടെ ഓർമ്മയിൽ തന്നെയാണ് കേരള ലോകം മൊത്തവും.